എല്ലാ ദൈവങ്ങളുടെയും പ്രാർത്ഥനയും ഞാൻ ചോദിച്ചുകൊള്ളുന്നു. നമ്മുടെ വചന ആ, ഭാഗത്തിലോട്ട് നമുക്ക് കടക്കാം. നമുക്ക് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളി ചെയ്തു. ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ, ഇത് കേൾക്കുമ്പോൾ തോന്നും ഇമ്മീഡിയറ്റ്ലി ഫറവോൻ അവരെ വിട്ടയക്കാൻ പോവാണ്. അത് വാക്യം അങ്ങനെയല്ലേ എഴുതിയേക്കണം. ശരിക്കും നമ്മളുടെ ക്രിസ്ത്യൻ ലൈഫിലോ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനവധി പ്രാർത്ഥനാ വിഷയങ്ങളും ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ലൈഫിലും ഇങ്ങനെ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അതായത് ഇപ്പം ദൈവം വിടുവിക്കും, ഇപ്പം അതിന് ഉത്തരം കിട്ടും, ഇപ്പം കാരണം ദൈവം പറയുന്നത് അങ്ങനെയാണ്. പല പ്രവാചകന്മാരിലൂടെ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെതായ വചനത്തിലൂടെ വ്യക്തമായി ഇടപെടും. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും വ്യക്തമായി ഇടപെട്ട അല്ലെങ്കിൽ സന്ദർഭത്തിലും സാഹചര്യങ്ങളിലും പലപ്പോഴും അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ നടക്കാതെ വരുമ്പോൾ നമ്മുടെ ഡൗട്ട്സ്, അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവമാണോ പറഞ്ഞിരുന്നത്, അപ്പം ദൈവം പറഞ്ഞിട്ട് എന്താ അത് നടക്കാത്തത്, എന്താ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യം എന്നൊക്കെ അനവധി ചിന്തകൾ നമുക്ക് വരാം. ഈ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലെ 1-ാം വാക്യം നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ, യഹോവ മോശയോട് താൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ഇപ്പോൾ കാണുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മോശ അല്ലെങ്കിൽ സാധാരണ മാനുഷിക ചിന്താഗതിയിൽ ഒരു പക്ഷേ എക്സ്പെക്റ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ആ ഒരു ഡെലിവറൻസ് അവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് പെട്ടെന്ന് നമുക്ക് സാധാരണഗതിയിൽ മാനുഷികമായിട്ട് നമുക്ക് തോന്നുക. കാരണം കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ 5-ാം അധ്യായത്തിൽ ഈ മോശ ചെന്ന് മോശയും അഹരോനും ചെന്ന് ഫറവോനോട് പറഞ്ഞപ്പോൾ അതിന്, അതായത് ജനത്തെ വിട്ടയക്കുന്നതിന് പകരം പണി കുറച്ച് കൂട്ടിക്കൊടുക്കുക ചെയ്തത്. ആ വൈക്കോല് പോലും കൊടുക്കാതെ ആ ഇഷ്ടികയുടെ എണ്ണം തയ്ക്കുക എന്നുള്ള ആ ഭയങ്കരമായ ആ ഒരു ജോലിയുടെ ഭാരം ഒന്ന് ഭയങ്കരമായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കാരണം ഈ 25-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം ഇങ്ങനെ എഴുതിയേക്കുന്നത്, ഞാൻ നിന്റെ നാമത്തിൽ സംസാരിക്കുവാൻ ഫറവോൻ്റെ അടുക്കൽ ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു, നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഒരു പരാതിയായിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, പരാതിയുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്കത് വ്യക്തമായി അത് മനസ്സിലാക്കുവാനും സാധിക്കും. അതിൻ്റെ ഉത്തരമായിട്ടാണ് ദൈവം 6-ാം അധ്യായത്തിലെ 1-ാം വാക്യം പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു രസം. അതിൻ്റെയാണ് നമ്മൾ ദൈവത്തെ ശരിക്കും മനസ്സിലാക്കേണ്ടതും ദൈവത്തെ നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയും ദൈവത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്ന ആഴങ്ങൾ ഈ വചനവേദഭാഗങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കത് പഠിക്കുവാൻ പറ്റും. അതായത് മോശ ഒരു പരാതി പറയുകയാണ്, നീ എന്ത് പരിപാടിയാണ് ദൈവം കാണിച്ചേ, നീ പറഞ്ഞിട്ടാണ് ഞാനിത് പോയി അവനോട് പറഞ്ഞ്. അവർ ജനത്തെ വിട്ടയക്കണതിന് പകരം അത് ഭയങ്കര ഭാരമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് തീർന്നു. അതിനുള്ള ഉത്തരമായിട്ട് ദൈവം പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ 6-ാം അധ്യായത്തിൽ വായിച്ചത്. ഇനി 6-ാം അധ്യായം ശരിക്കും അല്ലെങ്കിൽ 1-ാം വാക്യം നമ്മൾ ശരിക്കും നോക്കുവാണെങ്കിൽ, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും, ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും, ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളി ചെയ്തു.
ഇതിനകത്ത് ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ മോശ ഇമ്മീഡിയറ്റ്ലി അങ്ങനെ വിചാരിക്കാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മാനുഷികമായി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലെ പല കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി തന്നെ സംഭവിക്കാം എന്നുള്ളൊരു പ്രത്യാശയോടെ ഇരിക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ആ വാക്യം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും, ആ 10ാമത്തെ പാതയിൽ ഗൂഢം ചെയ്തപ്പോൾ ഫറവോൻ ഈ ഇസ്രായേൽ മക്കളെ എങ്ങനെ വിട്ടയച്ചോ, ഓടിച്ചു കളഞ്ഞോ, അതുപോലെ തന്നെയാണ് അവിടെ നടന്നത്. പക്ഷെ അതിന് 10 പാത കഴിഞ്ഞിട്ടാണ് നടന്നതെന്ന് മാത്രം. അപ്പം ദൈവം പറഞ്ഞ വാക്കുകൾക്കോ ആശയങ്ങൾക്കോ ഒന്നും ഒരു ശകലം പോലും ആമേൻ ഒരു വ്യത്യാസമില്ല. ദൈവം അങ്ങനെ തന്നെ ചെയ്തേ. പക്ഷേ ഞാൻ മാനുഷികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സ്വാഭാവികമായിട്ടും മാനുഷികമായി ഇത് വായിക്കുമ്പോൾ തോന്നും ഇമ്മീഡിയറ്റ്ലി അത് നടന്ന്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ തന്നെ അതങ്ങോട്ട് നടക്കുമെന്ന് ഒരു പക്ഷെ മാനുഷികമായി ചിന്തിക്കാം. പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾക്ക് പല പ്രോമിസുകളും പല കാര്യങ്ങളും പല വാക്തത്വങ്ങളും ദൈവത്തിൻ്റെതായ ഉറപ്പ്, അനവധി ഉറപ്പ് നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ യഥാർത്ഥമായി സംഭവിച്ചു വരുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടായിരിക്കും സംഭവിച്ചത്. പക്ഷേ ഞാനിത് എൻ്റെ ഭാഗം പറഞ്ഞ, മോശയ്ക്ക് അങ്ങനെ തോന്നിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. മോശയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. അതായത് മോശ ഉടൻ തന്നെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. കാരണം മോശനെ ഒരു 40 വർഷം മരുഭൂമിയിലോട്ട് ട്രെയിൻ ചെയ്ത ദൈവമാണ്. നമുക്ക് ബൈബിളിൽ അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും പറയുന്നില്ലെങ്കിലും ആടിനെ മേയിച്ച് മോശ ശരിക്കും ക്ഷമ പഠിച്ചൊരു മോശയാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം മോശയുടെ ആണെന്ന് ഞാൻ പറയുന്നില്ല. സാധാരണ മനുഷ്യരെ നമ്മളൊക്കെ, ഞാനടക്കം ഓരോ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ദൈവം പറയുമ്പോൾ ഇത് ഇപ്പം തന്നെ സംഭവിക്കുമെന്ന് പലപ്പോഴും തെറ്റിദ്ധരിച്ച ഒരു സാഹചര്യം പലരുടെയും ജീവിതത്തിൽ, നമ്മൾ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഒരു പക്ഷേ ഉണ്ടാകും. പക്ഷെ ആ വാക്യം നമ്മൾ സൂക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ 10ാം പാത കഴിഞ്ഞിട്ട് എങ്ങനെ ജനത്തെ വിടുവിച്ചോ അതിപ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ, ഒരു ശകലം പോലും വ്യത്യാസമില്ലാതെ. അപ്പോൾ നമ്മൾ ഈ ദൈവത്തെ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കണം. അല്ലല്ലോ, ഈ വചന പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് അങ്ങനെയാണ്. കൂടുതൽ ദൈവത്തെ ആഴത്തിലൊന്ന് മനസ്സിലാക്കണം. 6ാം അധ്യായത്തിൽ അതിനുശേഷം ഈ അവരുടെ ജീനിയോളജി കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇനി 7ാം അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ നീ പറയണം. നിന്റെ സഹോദരനായ അഹരോൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയക്കുവാൻ ഫറവോനോട് പറയണം. എന്നാൽ ഞാൻ ഫറവോൻ്റെ ഹൃദയം കഠിനമാകും. മിസ്രയീം ദേശത്ത് എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും. ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല. ഞാൻ മിസ്രയീമിന്മേൽ എൻ്റെ കൈവച്ച് വലിയ ശിക്ഷാവിധികളാൽ എൻ്റെ ഗണങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കും. നമുക്ക് ഈ സംഭവം മൊത്തം അറിയാവുന്നത് കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ ആഴങ്ങൾ, അതെപ്പം നടന്നു, എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന ഒരു ആശയം, ഇത് നമ്മുടെ ലൈഫിൽ നമ്മളിത് പഠിക്കുമ്പോൾ ഇറ്റ് കുഡ് ഹാപ്പൻ ടു അവർ കേസ് ഓൾസോ. ഇത് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ പല പ്രാവശ്യം ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയോ, 10 ബാധകളല്ല, പല പ്രാവശ്യം ദൈവത്തിൻ്റെ
ആ ഒരു ഇൻ്റർവെൻഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും പലപ്പോഴും ആദ്യത്തെ 3 പ്രാവശ്യം ഈ മോശ ചെയ്ത അത്ഭുതങ്ങൾ പോലെ തന്നെ അവിടുത്തെ മന്ത്രവാദികളാലും നടത്തപ്പെടുകയും, അപ്പോൾ ഫറവോന് അവരെ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരാതിരിക്കുകയും ചെയ്തായിരുന്നു. ഒരു 3-ാമത്തെ കഴിഞ്ഞപ്പോഴാണ് ഫറവോൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ആ നായീച്ചയൊക്കെ വന്ന സമയത്തൊക്കെയാണ് ഫറവോൻ ഒന്ന് ഇച്ചിരി ഒന്ന് മെരുങ്ങി തുടങ്ങുന്നത്. അപ്പോഴും പറയുന്നു, ദൈവം തന്നെയാണ് ഫറവോന്റെ ഹൃദയം കഠിനമാക്കുന്നത്. അപ്പോ ഞാനിത് മനസ്സിലാക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക്കലി, അതായത് നമ്മളുടെ മലയാളത്തിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പയ്യെ തിന്നാൽ പനയും തിന്നാം. അല്ലെങ്കിൽ ഇവിടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നൊരു രീതി, ഈ ഫറവോന്റെ ആ സിസ്റ്റത്തെ, ഫറവോൻ്റെതായ ആ രാജ്യത്തിൻ്റെതായ ആ, അല്ലെങ്കിൽ എന്താ എന്ന് പറയുന്നത്, ആ ഒരു ലോ ആൻഡ് ഓർഡർ, അതിൻ്റെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ശരിക്കും അതിനെ ഒന്ന് ദൈവം ഘട്ടം ഘട്ടമായിട്ട് ഒരു വശത്തൂടെ അതിനെ പ്രഹരമേൽപ്പിക്കും. സ്ലോ, ഒറ്റയടിക്കല്ല, പയ്യെ പയ്യെ പയ്യെ. ഹല്ലേലൂയ. അതായത് ദൈവത്തിന് ആ ഒരു ഘട്ടത്തിൽ നമ്മളത് ശരിക്കും പഠിക്കുമ്പോൾ, ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത വിക്ടറി എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, ഒരു വലിയൊരു രാജ്യം, ഒരു സാമ്രാജ്യം പോലത്തെ ഒരു വലിയൊരു രാജ്യവും അതിൻ്റെ രാജാവും അതിൻ്റെ ആ സകല സിസ്റ്റത്തെയും കേവലം 2 പേര് വെറുതെ വന്നിട്ട് വെല്ലുവിളിച്ച്, ആ വെല്ലുവിളി എന്ന് പറയുമ്പോൾ ഘട്ടം ഘട്ടം ഘട്ടമായി ആ ഒരു വലിയൊരു മരത്തെ, ഒരു വെറും ഒരു 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 മരം വെട്ടുകാരൻ കോടാലിയും കൊണ്ട് ഇങ്ങനെ വെട്ടി 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 അതിനെ വീഴിക്കുന്നത് പോലെ ഈ ബാധകളാൽ ദൈവം ഫറവോനെ ഹല്ലേലൂയ തച്ചുടച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, അവരുടേതായ സ്പിരിച്വൽ സിസ്റ്റത്തെയും ഹല്ലേലൂയ ദൈവം തച്ചുടച്ചിട്ടാണ്. ഇത് കേവലം കുറച്ചൊരു ആൾക്കാരെ മാത്രം എടുത്തങ്ങ് വിടുവിച്ചു വിടുകയല്ല. കാരണം ഈ ദൈവം ചെയ്ത പ്രവർത്തികളെ, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ പോലെ തന്നെ ആ അത്ഭുതങ്ങളും ചെയ്യുന്ന അവിടുത്തെ മന്ത്രവാദി അല്ലെങ്കിൽ അവിടുത്തെ ആ അഭിചാര ക്രിയകൾക്ക് സാധിച്ചു. അപ്പോൾ അതിന്റെ സ്പിരിച്വലി അതിനകത്ത് അതിന്റെ പുറകിലുള്ള അന്ധകാര ശക്തിയുടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. അതിനുശേഷം ഏറ്റവും അവസാനം ആ ലിവ്യാദാന്റെ ഒക്കെ ആ സിസ്റ്റം നമുക്ക് പിന്നീട് അത് പഠിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഹല്ലേലൂയ ദൈവത്തിന്റെ ജയം ഒരു ചെറിയതായിട്ട് വന്നിട്ട് വെറും 2 പേര് നിന്നിട്ട് ഹല്ലേലൂയ വലിയൊരു സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച് അതിനെ ഹല്ലേലൂയ തച്ചുടച്ചിട്ട് അവിടുത്തെ അവരുടെ ജനങ്ങളെ വിടുവിച്ചോണ്ട് പോകുന്ന ഒരു വലിയൊരു സിസ്റ്റമാ ഹല്ലേലൂയ നമ്മൾ ഈ വചനത്തിലൂടെ അല്ലെങ്കിൽ ഈ മോശയുടെ സിസ്റ്റത്തിലൂടെ കാണുന്നു. ഹല്ലേലൂയ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പല പ്രാവശ്യം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഈ ഒരു കാര്യം ഈവൻ ജനത്തെ കേവലം മിസ്രൈമിന്റെ ആ ഒരു അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന കാര്യം തന്നെ ഒരു വലിയ ഒരു ഫൈറ്റായിരുന്നു. അതിന് ശേഷമുള്ള ഫൈറ്റൊക്കെ വേറെ. നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ ഫൈറ്റാ മോശ ഫേസ് ചെയ്തത്. ഒരു വശത്ത് ഫറവോൻ അവൻ്റെതായ സ്റ്റബേൺനെസ്, അവൻ്റെ ആ ഒരു ഹൃദയകാഠിന്യം, അത് ദൈവം തന്നെ കൊടുക്കുന്നതാണ്. മറുവശത്ത് ഈ ജനങ്ങൾ, ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കുറ്റപ്പെടുത്തല്. ഹല്ലേലൂയ.
അതിനുശേഷം വേറൊരു വശത്ത് ഹല്ലേലൂയ ഈ മോശ ഈ ദൈവത്തിന്റെ മുമ്പിൽ കിടന്ന് യെസാമൻ നിലവിളിക്കുന്ന ഒരു നിലവിളി, പ്രാർത്ഥിച്ചത് നേടുന്ന ഒരു രീതി. മോശ ഫേസ് ചെയ്ത ഹല്ലേലൂയ ആ ഒരു ഒരു മാനസിക സംഘർഷവും ആത്മീയ സാമൂഹികമായ ആമേൻ അത് കുടുംബപരമായ അവരുടെ സൊസൈറ്റിയിൽ നിന്നും ആമേൻ ശത്രു രാജ്യത്തിൽ നിന്നും ഒക്കെ ഫേസ് ചെയ്ത ചലഞ്ച് ഒന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. അത് ശരിക്കും ആത്മാവിന്റെ കണ്ണുകളിലൂടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് വെളിപ്പെടുത്തണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഒന്നും പ്രശ്നമൊന്നും ഒരു പ്രശ്നമല്ലാതെ തോന്നും. ഹല്ലേലൂയ. കാരണം അത്ര ചലഞ്ചാ മോശ ഫേസ് ചെയ്തത്. ഹല്ലേലൂയ. ചെറിയ ഇടപാടാണോ? ഒരു വശത്ത് ഹല്ലേലൂയ ആരെങ്കിലും മോശനെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ? മോശയും അഹരോനും. ഹല്ലേലൂയ. ബാക്കി ജനങ്ങളൊക്കെ അവനെ ഒരുപക്ഷെ അവൻ ചീത്ത പറയായിരിക്കും. പലപ്പോഴും എവിടത്തെ എഴുതിയിട്ടുണ്ട്, ഏതോ ഇവർ കേട്ടില്ലേ, ഇവര് ഈ പറഞ്ഞ മാതിരി മോശ തന്നെ പരാതിപ്പെടും ദൈവമേ, ഇസ്രായേൽ മക്കൾ പോലും കേട്ടില്ല, പിന്നെയാണ് നീ പറമോൻ കേൾക്കാൻ പോണേ. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും കാര്യത്തിൽ ഒരു സക്സസ് വേണ്ടേ നമ്മുടെ ലൈഫിൽ? പലപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും പരാജയം രുചിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഹല്ലേലൂയ നമുക്ക് അസാധ്യമായ ഹല്ലേലൂയ ഒരു ദൈവകൃപ വേണം. മാത്രമല്ല ദൈവത്തിൻ്റെ സിസ്റ്റം ശരിക്കും നമ്മൾ മനസ്സിലാവുകയും വേണം. സാധാരണഗതിയിൽ ആരെങ്കിലും ആണെങ്കിൽ, മോശയുടെ സ്ഥാനത്ത് ആരെങ്കിലും ആണെങ്കിൽ ഒരു 2 or 3 പ്രാവശ്യം കഴിഞ്ഞ് ഇട്ടേച്ച് പോകും. നമ്മൾ അത് ആ ഭാഗത്തോട്ട് നമ്മൾ ഈ വേദഭാഗമൊക്കെ ശരിക്കും വീട്ടിലിരുന്ന് സമാധാനമായിട്ട് വായിച്ചിട്ട് നമ്മൾ തന്നെ മോശമായിട്ടൊന്ന് അസ്യൂം ചെയ്ത് നോക്കുക. ഇറ്റ് വാസ് സോ ടഫ്. സോ ടഫ് മീൻസ് സോ ടഫ്. ഏറ്റവും ഞാനിത് പഠിച്ചപ്പോൾ ഏറ്റവും എനിക്ക് വിഷമം തോന്നി, അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കരമായി തോന്നിയത്, ഒരു യഥാർത്ഥ ദൈവവൈതലിനുണ്ടല്ലോ, പുറമേ നിന്നുള്ള എന്ത് പ്രതികൂല സാഹചര്യങ്ങളും അത് എന്ത് തന്നെയാണെങ്കിലും അതൊന്നും അവനെ കുലുക്കുന്നതല്ല. പക്ഷേ ദൈവം മിണ്ടാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് അത് കിട്ടാതിരിക്കുമ്പോൾ സാധാരണഗതിയിൽ തകർന്നു പോവും. ഹല്ലേലൂയ. എന്നിട്ടും മോശ പിടിച്ചു നിന്നെങ്കിൽ ഹല്ലേലൂയ അതിന്റെ പുറകിലുള്ള ആത്മസത്യങ്ങൾ അല്ലെങ്കിൽ നമ്മളത് പഠിക്കേണ്ടതാ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഈ യേശുവിൻ്റെ ആ ക്രൂശീകരണത്തിൽ അതൊരു ഡിബേറ്റബിൾ വിഷയം. പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്, നമുക്കറിയാമല്ലോ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടുതലും വിചാരിച്ചിരിക്കുന്നത് ആ ക്രൂശീകരണം എന്നുള്ള ടഫായിട്ടുള്ള ആ ഒരു കാര്യത്തെ ഫേസ് ചെയ്യുക എന്നുള്ള ചലഞ്ചാണ് യേശു ഈ കാര്യം പറയുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് ആ ഒരു കാര്യത്തെക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും യേശുവിനെ വിഷമിപ്പിച്ചത് ആ പിതാവുമായിട്ടുള്ള സെപ്പറേഷൻ ആയിരുന്നു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. കാരണം യേശു അതുവരെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്, യേശുവിൻ്റെ ശുശ്രൂഷയിൽ ത്രൂ ഔട്ട് പിതാവ് യേശുവിൽ വസിച്ച് യേശുവിൻ്റെ പ്രവൃത്തി ചെയ്യുക. പിതാവ് യേശുവിൽ വസിച്ചിട്ട് പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ഉള്ളിൽ പിതാവുണ്ട്. യേശു പിതാവിൻ്റെ ഇൻസ്റ്റാൻസിന് ആക്ട് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ആ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് ആമേൻ
ദൈവം കൂടെയുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, യേശുവിനത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതൊരു വലിയ സംഭവമല്ല. ഞാൻ എൻ്റെ വാദം പ്രൂവ് ചെയ്യാനല്ല, ഞാൻ ജസ്റ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കാം. നമുക്കറിയാലോ, പത്രോസിനെയൊക്കെ തലകീഴായിട്ടാണ് ക്രൂശിച്ചത്. പല വിശുദ്ധന്മാരും എത്ര വലിയ ഈ പറഞ്ഞ ചലഞ്ച് വന്നാലും അതിനെ ഈസി ആയിട്ട് നേരിട്ടുണ്ട്. സ്റ്റേഫാനോസിൻ്റെ കല്ലേറ് നമുക്ക് ബൈബിളിൽ തന്നെ കാണാൻ പറ്റും. ആമേൻ ഹല്ലേലൂയ. സങ്കീർത്തനം 23 തന്നെ ഹല്ലേലൂയ. കൂരിൽ താഴ്വിലൂടെ നടന്നാലും ആമേൻ ഒരർത്ഥം ഭയപ്പെടുകയില്ല. അപ്പോൾ അങ്ങനെ വെറും ഒരു മനുഷ്യർക്ക്, ദൈവഭൃത്യന്മാർക്ക് ചലഞ്ചസും മരണഭീതിയും അതുപോലത്തെ പ്രതികൂലങ്ങളും പീഡനങ്ങളും അങ്ങനെ ചിരിച്ചോണ്ട് ഫേസ് ചെയ്യാമെങ്കിൽ ഓഫ് കോഴ്സ് ദൈവത്തെ സംബന്ധിച്ച് ക്രൂശീകരണം ഇറ്റ് ഈസ് ഡോണ്ട് തിങ്ക് അത് യേശുവിന് ഭയങ്കര പ്രശ്നമായിരിക്കുമെന്ന് ചിന്തിക്കരുത്. മനുഷ്യന് ആമേൻ, പത്രോസ് അടക്കം അങ്ങനെ പല ആമേൻ ഹല്ലേലൂയ, യോഹന്നാൻ ഒഴികെയുള്ള ബാക്കി അപ്പോസ്തലന്മാരെല്ലാവരും അല്ലാതെ തന്നെ മിഷണറിമാരും ഇപ്പോഴത്തെ കാലത്ത് പോലും നടക്കുന്നുണ്ട്. യെസ് ആമേൻ, വളരെ ചലഞ്ചോടെ ധൈര്യത്തോടെ സധൈര്യം മരണത്തെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിനും ഡോണ്ട് തിങ്ക് അത് അങ്ങനെ യേശു ചിന്തിക്കുന്ന. പക്ഷേ യേശുവിനെ വിഷമിപ്പിച്ചത് ഹല്ലേലൂയ പിതാവുമായിട്ടുള്ള സെപ്പറേഷനാണ്. ഹല്ലേലൂയ. ഞാൻ ജോയി അങ്കിളുമായിട്ട് ഈ കാര്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് ദൈവം അത് കുറച്ചുകൂടെ ആഴത്തിൽ അത് വെളിപ്പെടുത്തി തരുകയും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും മോശ ദൈവം പറയുന്നു പോകുന്നു, പക്ഷേ ഹല്ലേലൂയ ഒരു പ്ലസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ടിന് പകരം കാര്യം ദൈവം പറഞ്ഞാ വിടുന്നത്, ഞാൻ പറവോൻ്റെ ഹൃദയം കഠിനമാകും. പക്ഷെ എന്നാലും ഹല്ലേലൂയ മാനുഷികമായിട്ട് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ അത് ഭയങ്കര, നമ്മൾ അതിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അല്ല, യഥാർത്ഥമായി ആഴത്തിൽ അത് ആശയം എടുത്ത് തന്നെ ഡീപ്പായിട്ട് മോശയുടെ ഭാഗത്ത് നമ്മളെ തന്നെ പ്രതീക്ഷിച്ചിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ വായിച്ച് അതിൽ കൂടെ പോകുമ്പോൾ ആ ചലഞ്ച് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയോടുകൂടെ ആ ഭാഗങ്ങളൊക്കെ ധ്യാനിച്ചാൽ അങ്ങനെ തന്നെ ഫേസ് ചെയ്യും. ഹല്ലേലൂയ. പലപ്പോഴും എന്താ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത, എന്താണ് ഉത്തരമില്ലാത്ത ഹല്ലേലൂയ എന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ആമേൻ, ദൈവത്തിൻ്റെ വാക്കുകൾ അത് ഉവ്വെന്ന അത് നടക്കും, അത് ഉറപ്പായിട്ട് തന്നെ നടക്കും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവത്തെ യഥാർത്ഥമായിട്ട് അത് മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സിസ്റ്റം ആഴത്തിൽ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ആ ഒരു ഫണ്ടമെൻ്റലി നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഈ 8-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ച്, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. നീ അവരെ വിട്ടയക്കുവാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ രാജ്യത്തെ ഒക്കെയും തവളയെ കൊണ്ട് ബാധിക്കും. ഹല്ലേലൂയ. നദിയിൽ തവള അനവധിയായി ജനിക്കും. അത് കയറി നിന്റെ അരമനയിലും ശയനഗൃഹത്തിലും കട്ടിൽമേലും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും നിന്റെ ജനത്തിന്മേലും അപ്പം ചുടുന്ന അടുപ്പുകളിലും മാവ് ഒഴിക്കുന്ന തൊട്ടികളിലും വരും. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ 6-ാം വാക്യം, അങ്ങനെ അഹരോൻ മിസ്രയീമിൻ വെള്ളത്തിന്മേൽ കൈ നീട്ടി തവള കയറി മിസ്രയീം ദേശത്തെ മൂടി. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. മിസ്രയീം ദേശത്ത് തവള കയറുവാൻ ഇടയാക്കി. അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനും വിളിപ്പിച്ചു, തവള എന്നെയും എൻ്റെ ജനത്തെയും വിട്ട് നീങ്ങേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പീൻ, എന്നാൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. മോശ ഫറവോനോട്, തവള നിന്നെയും നിന്റെ ഗൃഹത്തെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ഭൃത്യന്മാർക്കും നിന്റെ ജനത്തിനു വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു. നാളെ എന്നവൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെ ആകട്ടെ, തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെയും നിന്റെ ഭൃത്യന്മാരെയും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കും എന്ന് അവൻ പറഞ്ഞു.
അങ്ങനെ മോശയും അഹരോനും ഫറവോൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങി ഫറവോൻ്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രിയ മക്കളെ, നമ്മുടെ ലൈഫിൽ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കാതെ എന്തെങ്കിലും നടക്കുമെന്ന് നമുക്ക് കിട്ടാനുള്ളതായിരിക്കാം, നമ്മുടെ റൈറ്റ് ആയിരിക്കാം, ദൈവം പ്രോമിസ് ചെയ്തതായിരിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയും കണ്ടും പറഞ്ഞു തോന്നുന്നു, ഇസ്രായേൽ മക്കൾ നിലവിളിച്ച് തുടങ്ങിയപ്പോഴാണ് ദൈവം ഇവിടെ പ്രവർത്തിച്ചത്. നമ്മുടെ ഈ ക്രിസ്ത്യൻ ലൈഫ് ദൈവം സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. നെവർ എവർ എക്സ്പെക്ട് തിങ്സ് വിൽ ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി. നോ, വി ഹാവ് ടു പ്രേ. വി ഹാവ് ടു റിയലി റിക്വസ്റ്റ് ഹിസ് മേഴ്സി. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ. അതൊരു സിസ്റ്റമായി പോയി അങ്ങനെ. അപ്പോൾ ഇവിടെ മോശ പ്രാർത്ഥിക്കുന്നു, ദൈവം അങ്ങനെ അവിടെ ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മോശയും ദൈവവുമായിട്ട് ഒരു ആഴത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ദൈവം പറയുന്നത് തന്നെയാണ് മോശ ഫറവോനോട് പറയുന്നത്. അങ്ങനെ തന്നെ പറയുന്നു, അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഫറവോനാകട്ടെ ഗത്യന്തരമില്ലാതെ, കാരണം ദൈവം തന്നെയാണ് അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ആ കഠിനമായ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതും ദൈവം തന്നെയാണ്. അത് ദൈവത്തിൻ്റെ പെർമിഷനോടുകൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ദൈവം ഈ ഫറവോൻ എന്നുള്ള വ്യക്തി ആ ഫറവോനോട് പറയുന്നു. ഫറവോൻ ചിലപ്പോൾ ഒന്ന് ഈ പറഞ്ഞ ഗത്യന്തരമില്ലാതെ അവരെ വിളിപ്പിക്കുന്നു, ചില കാര്യങ്ങളൊക്കെ പറയുന്നു, പിന്നെ ഹൃദയം കഠിനമാക്കുന്നു. അതിങ്ങനെ മുന്നോട്ട് പോകുന്നു. മോശയുടെ ഭാഗത്ത് നോക്കിയേ, ദൈവം പറയുന്നത് ഒരു പൊട്ടനെ പോലെ ചെയ്തുകൊണ്ടിരിക്കുക. മോശ ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത്ര ഉറപ്പോടെ എങ്ങനെയായിരിക്കുന്നത്? നമ്മൾ വിചാരിക്കും ഇത് അത്ര എളുപ്പമുള്ള പണിയാണെന്ന്. അയ്യോ, ഉറപ്പായിട്ടുമല്ല. കാരണം ഇപ്പം നമ്മുടെ ഒരു പേഴ്സണൽ കാര്യമാണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇതങ്ങനെയല്ല. മോശയുടെ ത്രൂ ഔട്ട് ജേണി അങ്ങനെയായിരുന്നു. ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ പുറപ്പെടുവിച്ചുകൊണ്ട് പോയി അവർക്ക് വേണ്ടി പ്ലീഡ് ചെയ്ത് ഈ പ്രവൃത്തികളൊക്കെ ഒന്നാലും ഇത് മോശയുടെ നമ്മൾ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷ ചെയ്യുകയും നമ്മുടെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങ് വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് പതറിപ്പോവും. ഇതെന്തായത്? ഇത് ഞാനായിട്ട് മോശ ചോദിച്ചിട്ടുണ്ടല്ലോ, ഇവരെ ഞാൻ പ്രസവിച്ചതാണോ? ഇതെന്താ ഇങ്ങനെ? പക്ഷേ അത് വളരെ അപൂർവമായിട്ടൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുള്ളൂ. പക്ഷെ മോശ കടന്നുപോയ സാഹചര്യം എന്ന് പറയുന്നത് ഇറ്റ് വാസ് സോ ടഫ്. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റലി ഇങ്ങനെ പഠിക്കുമ്പോൾ തന്നെ ഈ മോശനെയൊക്കെ പിടിച്ചു നിർത്തിയ ചില ഒരു വചന സിസ്റ്റമുണ്ട്, ഒരു സത്യമുണ്ട്. ആ സത്യം നമ്മൾ ഇതൊരു ഇമോഷണലി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സന്തോഷം വരുന്നപ്പോഴാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങൾ അതേപടി നടക്കുമ്പോൾ സന്തോഷം വരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടും വിഷമങ്ങളും വരുന്നു. നമ്മൾ ചിലവരോട് കയർക്കുന്നു, ചിലവരോട് അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല മാനുഷികമായ പല 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 ഒരു സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. ഇല്ലേ? അങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ഈ വചനഭാഗങ്ങൾ പ്രത്യേകിച്ച് ഈ ദൈവഭൃത്യന്മാരുടെ ഈ വിശുദ്ധന്മാരുടെ ലൈഫിലൂടെ നമ്മൾ കടന്നു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫണ്ടമെൻ്റലി ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അത് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായമാണ്. കാരണം ഞങ്ങളൊക്കെ ഈ എൻജിനീയറിങ്ങിലും അതുപോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസും തിയറവും ഫോർമുലാസും ഒക്കെ പഠിക്കുന്നത് നമുക്കറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം വെച്ചിട്ടാണ്. അത് ആ ഫൗണ്ടേഷൻ നമുക്ക് മനസ്സിലായ പിന്നീടുള്ള നമ്മുടെ പഠിത്തവും അണ്ടർസ്റ്റാൻഡിങ്ങും വളരെ എളുപ്പമായിരിക്കും.
അപ്പം ഞാനീ പറഞ്ഞു വന്ന വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവും. മോശയുടെ ആ ചലഞ്ചസ് അല്ലെങ്കിൽ മോശ കടന്നുപോയ വഴി, ഇത് നമ്മളിപ്പോൾ തുടങ്ങിയുള്ളൂ എന്ന് വെച്ചാൽ ആ മിസ്രൈമിലെ തന്നെ കിടക്കുവാ. അപ്പോൾ തന്നെ ആ അതിന്റെ ഭീകരത എത്രയാ. അപ്പോൾ അങ്ങനെയുള്ള മോശയാണ് 40 വർഷം അവരെ മേയിച്ചത്. നടത്തിയത്, മുന്നോട്ട് നടത്തിയത്. അങ്ങ് അറ്റം വരെ ഓൾമോസ്റ്റ് എത്തിച്ചത്. ആമേൻ. ഹല്ലേലൂയ. സോ ആ ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചസ് ഇറ്റ് വാസ് സോ ടഫ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അപ്പുറം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ കാര്യത്തിൽ നമുക്ക് വേണം. ഹല്ലേലൂയ. അത് അതിന് കുറച്ച് ഭാഗം ഞാനത് ഈ വേദഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വൺ ബൈ വൺ ആയിട്ട് ഞാനത് ഡിസ്ക്ലോസ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ ഈ ബൈ ദ വേ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം എന്ന് പറയുന്നത് ഭയങ്കര ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു വേദഭാഗമാണ്. അത് ഒട്ടും സിമ്പിൾ അല്ല. ഒട്ടും ആം, അതായത് മനുഷ്യൻ്റെ പല സ്പിരിച്വൽ ട്രൂത്തിൻ്റെ ഫൗണ്ടേഷൻസ്, സൈക്കോളജിക്കലായിട്ടുള്ള ഫൗണ്ടേഷൻസ്, ഇമോഷണൽ ആയിട്ടുള്ള ഇത് ഫൗണ്ടേഷൻസ്, സ്പിരിച്വൽ ബാറ്റിലിൻ്റെ ഫൗണ്ടേഷൻസ്, അങ്ങനെ പല പല ഫൗണ്ടേഷൻസും വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമ്മൾ വ്യക്തമായി പഠിച്ചിരിക്കണം. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, മോശ കടന്നുപോയ സാഹചര്യങ്ങളിലൂടെ ഒരു മനുഷ്യന് കടന്നു പോകണമെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് പറ്റത്തില്ല. സാധാരണ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും പറ്റത്തില്ല. അപ്പം നമ്മളുടെ ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലെവല് അപ്ലിഫ്റ്റ് ചെയ്യണതിന് വേണ്ടി ഈ ഫൗണ്ടേഷൻ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പം ഞാൻ ചില കാര്യങ്ങൾ പറയാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഇപ്പം ഞാൻ ചില കാര്യം പറഞ്ഞു. പ്രാർത്ഥന, അതായത് ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് നേരെ വിപരീതമായിരിക്കും കിട്ടുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം, ശരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നുണ്ടോ? അതോ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും, ഇപ്പോൾ ദൈവം എപ്പോഴും നീതിമാനായിരിക്കും. ഇപ്പം ദൈവത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് ആരെങ്കിലും ചോദ്യം ചെയ്തു എന്ന് വെച്ചോ, ചോദ്യം ചെയ്യത്തില്ല. ചോദ്യം ചെയ്താൽ പോലും ദൈവം എപ്പോഴും സങ്കീർത്തനത്തിലൊക്കെ പറഞ്ഞു അവൻ എപ്പോഴും നീതിമാനായി തന്നെ, അവൻ്റെ ഭാവം എപ്പോഴും കറക്റ്റ് ആയിരിക്കും. ബിക്കോസ് ഓഫ് ദിസ് റീസൺ ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദിസ് റീസൺ യു ആർ ഫേസിങ് ദിസ് എന്ന് അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വരും. അപ്പം അങ്ങനെ, അതായത് ലീഗലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റം ഉണ്ട്. ആ ലീഗൽ സിസ്റ്റത്തിൽ ദൈവം എപ്പോഴും നീതിമാനായിട്ടും വ്യക്തമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ പിടിക്കപ്പെടാതിരിക്കാനും, അല്ലെങ്കിൽ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി കാര്യത്തിൽ വഞ്ചിക്കുക എന്നല്ല എന്നെ പറയണേ, പറ്റിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്നാ പറയുന്നത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് ദൈവത്തിന് എപ്പോഴും ദൈവത്തിൻ്റെ മക്കൾക്ക് നല്ലത് കൊടുക്കാനും നല്ലത് വരുവാനാണ് തന്നെ താല്പര്യം. പക്ഷേ സാത്താനാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കയറി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ചില ഒരു പ്രകാശം ഈ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾക്ക് അത് മനസ്സിലാകേണ്ടതുണ്ട്. ഹല്ലേലൂയ. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം 4-ാം വാക്യം: പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കില്ലെന്ന് നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെ കണ്ണ് തുറന്നു, ഞങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കുട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടെ ഉണ്ടാക്കി. ഇത്രയും വാക്യം നമ്മൾ വായിച്ചു വിടുമ്പോൾ നമുക്കതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് തോന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രകാശിപ്പിക്കുമ്പോൾ, എന്നെ പ്രകാശിപ്പിച്ചപ്പോൾ ഒത്തിരി 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 മർമ്മങ്ങൾ അതിനകത്തുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. ഈ മോശ ഇതുപോലത്തെ ദൈവ ഭക്തന്മാരൊക്കെ ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ സിസ്റ്റമാണ്. ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് വരാം. ഹൗവ പാപം ഫലം പറിച്ച് തിന്നതിന് ശേഷം മാത്രമാണ് അല്ലെങ്കിൽ പാപം വന്നു, അല്ലെങ്കിൽ അവൾ മരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആത്മീയമായിട്ട് മരിക്കുന്ന അവസ്ഥയിലോട്ട് വരുന്നുള്ളൂ. അതിനു മുമ്പേ അവള്
ദൈവത്തിൻ്റെ ബ്രാൻഡ് ന്യൂ പ്രൊഡക്റ്റാണ്. ഒരു ഊനവുമില്ലാത്ത പക്ക സൃഷ്ടിയല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എത്ര വലിയ ആത്മീയ നിലവാരത്തിൽ വന്നാലും എനിക്ക് തോന്നുന്നില്ല ഹൽവയെ പോലെ അല്ലെങ്കിൽ ആദാമിനെ പോലെ നമുക്ക് ആവാൻ പറ്റുമെന്ന്. അത് ആത്മാവിനെ പാപം ചെയ്യുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥയുണ്ടല്ലോ, ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ പഠിക്കേണ്ട പല കാര്യമുണ്ട്. ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ദൈവം ഈ ആദാമിനെ ഏദെൻ തോട്ടത്തിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് 2:15 യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദെൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഏദെൻ തോട്ടത്തിൽ ഒരു പ്രശ്നമുണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആദാമിനായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ അവിടെ കാണുന്നില്ല. കാരണം പാമ്പ് അവിടെ വന്നു, ഒറ്റയ്ക്ക് ഹൗവനെ ഒറ്റയ്ക്ക് വിട്ട് ഒറ്റയ്ക്ക് അത് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചൊരു കാര്യം, നമ്മളെ ഏൽപ്പിച്ച ഏദെൻ തോട്ടമുണ്ട്, അത് നമ്മുടെ കുടുംബമായിരിക്കാം, ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്, സഭയായിരിക്കാം, ഏതെങ്കിലും പ്രത്യേകമായ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇതൊക്കെ ഒരു ദൈവം തന്നെ ഏദെൻ തോട്ടമാണ്. അവിടെ വേല ചെയ്യേണ്ട പോലെ വേല ചെയ്യാനും അതിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കാനും ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിനകത്ത് എല്ലാ വ്യക്തികളെയും, അതിനകത്ത് എല്ലാ മേഖലകളെയും നമ്മൾ സൂക്ഷിച്ചോണം. അതുകൊണ്ട് തന്നെയാണ് യേശു പ്രാർത്ഥനയെ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കേസിൽ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ആ കർത്താവേ, ആ ഒരു പ്രാർത്ഥന വളരെ 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 നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ആ ഒരു കാര്യത്തിൽ ബ്രീച്ച് വന്നു. ഇവിടുത്തെ ഒരു രസം എന്ന് വെച്ചാൽ, മത്തായി സുവിശേഷം ആ തുടക്കത്തിൽ യേശുവിൻ്റെ പരീക്ഷണത്തിൽ വ്യക്തമായി, അല്ലെങ്കിൽ ആ യേശുവിൻ്റെ പരീക്ഷണ പുതിയ നിയമത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും, പരീക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് കൊണ്ടുപോയതാണ്. ഇവിടെ അതിലും വലിയ പരീക്ഷണം നടന്നിട്ട് അങ്ങനെ ഒരു പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയെന്നുള്ള രീതിയിലല്ല ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ പരീക്ഷിക്കപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അലോ ചെയ്ത് പരീക്ഷിക്കാൻ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പ്രാർത്ഥിക്കാതിരിക്കുകയും നമ്മൾ വേണ്ട രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്നിട്ട് നമ്മുടെ മേഖലകളിൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ ഭവനത്തിൽ, സഭകളിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ഉത്തരവാദിത്ത മേഖലയിൽ, സാമ്പത്തിക മേഖലകളിൽ, സാമൂഹ്യ മേഖലകളിലൊക്കെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയുമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഏതേം തോട്ടം നമ്മൾ സൂക്ഷിച്ചോണം. ഹല്ലേലൂയ. അപ്പോൾ അത് ഏതായാലും സാത്താൻ വന്നു. അവിടെ സാത്താൻ വന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, സാത്താൻ വളരെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു. സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ബലം നിങ്ങൾക്ക് അല്ല, ഇങ്ങനെ ആദ്യം ചോദിക്കുന്നു, അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ബലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ പാമ്പ് ചോദിക്കുന്നു. യേശുവിൻ്റെ അല്ലെങ്കിൽ ആ പരീക്ഷണ സമയത്ത് യേശു സാത്താൻ ചോദിച്ചതിനൊരു ഉത്തരമല്ല കൊടുത്തത്. പകരം സാത്താൻ ചോദിച്ചതിൻ്റെ കണ്ണിങ് മനസ്സിലാക്കി, അതിൻ്റെ ആ ഒരു സാത്താൻ്റെ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കിയിട്ടുള്ള ഉത്തരമാണ് യേശു കൊടുത്തത്. പക്ഷെ ഇവിടെ ഹൗവ ട്രാൻസ്പെറൻ്റ് ആയ രീതിയിൽ തന്നെയാണ് കൊടുത്തത്, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്. ദിസ് ഈസ് അനദർ പ്രോബ്ലം. പ്രിയ ദൈവങ്ങളെ, സാത്താനോ ഈ ലോകമോ ഒരിക്കലും നമ്മളെ സഹായിക്കത്തില്ല. എപ്പോഴും നമുക്കൊരു യഥാർത്ഥ ഉത്തരം വേണമെങ്കിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവിനോട് ചോദിക്കണം. ഏത് സാഹചര്യത്തിലും, ഏത് പ്രതികൂലത്തിലും, ഏത് അവസ്ഥയിലും ഹല്ലേലൂയ എന്തുത്തരം കൊടുക്കണമെന്ന്. ഏത് കമ്മിറ്റി ആയിക്കോട്ടെ, ഏതൊരു ടെംപ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിക്കോട്ടെ, ഹല്ലേലൂയ ഏത് സാഹചര്യത്തിലും ഹല്ലേലൂയ ദാവീദൊക്കെ ഹല്ലേലൂയ ദാവീദിന്റെ കുടുംബത്തെ പിടിച്ചോണ്ട് പോയിട്ട് ഹല്ലേലൂയ ആ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ എന്ന് എങ്ങനെ ചോദിക്കാൻ പറ്റും ആ സമയത്തും? ഹല്ലേലൂയ.
അയ്യോ, അതായത് എല്ലാം നഷ്ടപ്പെട്ടവന്റെ യേസാമൻ ഒരു 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 ഹെൽപ്ലെസ് സിറ്റുവേഷൻ അല്ല ദൈവത്തിന്റെ വൃത്തൻ അവിടെ കാണിക്കുന്നത്. പകരം യേസാമൻ ഹല്ലേലൂയ ആ ദൈവത്തോട് അവന്റെ ഒടയവനോട് ചോദിക്കുക, വാട്ട് ഷാൽ ഐ ഡു? അപ്പം ദൈവം എന്ന് പറയും ഹല്ലേലൂയ. പ്രിയ മക്കളെ, അനദർ ഒരിക്കലും സാത്താന്റെ നല്ല വാക്ക് കേട്ട് പലപ്പോഴും അത് മനുഷ്യരിലൂടെ സംസാരിക്കാം, സാഹചര്യങ്ങളിലൂടെ സംസാരിക്കാം, നമ്മുടെ ചിന്തയിൽ തന്നെ തോന്നാം അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ. നോ 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 നോ, വി ഡോണ്ട് ഹാവ് എനി പെർമിഷൻ ടു ലൈക്ക് ദാറ്റ്. വി ഹാവ് ടു ആസ്ക് ഗോഡ്. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയും ഹല്ലേലൂയ, അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഒരു കുഴപ്പവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഹവ്വ. പക്ഷേ ഇവിടെ സംഭാഷണം തുടങ്ങി 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 ഇവിടെ ബൈബിളിൽ കുറച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വിചാരിക്കുന്നു 6-ാം വാക്യമായപ്പോഴത്തേക്കും അവിടെ അഭിപ്രായം മാറി. അപ്പോൾ ശ്രദ്ധിക്കണേ, വേറൊരു കാര്യം ഞാൻ പറയാം. ഹവ്വയ്ക്ക് വചനം അറിയില്ലേ? അത് ആ സമയത്തെ വചനം എന്ന് പറഞ്ഞാൽ ആ പറയുന്ന പർട്ടിക്കുലറായിട്ട് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം, ആ നന്മതന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അത് ഇവക്ക് അറിയായിരുന്നു. ഇവള് കറക്റ്റായിട്ട് തിന്നണമെന്നൊരു താല്പര്യവുമില്ല. അവളത് അങ്ങനെ തൊടാൻ പോലും അവൾക്ക് തയ്യാറല്ല. അവൾ അവിടെ വചന സത്യത്തിൽ, നമ്മളൊക്കെ പറയാം നമുക്ക് വചനം അറിയാത്തതുകൊണ്ടാ. പക്ഷേ പരിശുദ്ധാത്മ ഇന്ന് എന്നെ പഠിപ്പിച്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യത്തിൽ എന്നെ പഠിപ്പിച്ചിട്ട് കാര്യം, വചനം അറിയൂന്ന് പറഞ്ഞാലും ജയിക്കുമെന്ന് വിചാരിക്കരുത്. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ഇവിടെ വചനം അറിയുന്ന സ്ത്രീ, അതും ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ദൈവത്തിന്റെ സൃഷ്ടി തന്നെ തെറ്റിപ്പോകുന്ന കാഴ്ച നമ്മളിവിടെ കാണുന്നത്. ഹല്ലേലൂയ. കാരണം ഒറ്റ കേസ് സാത്താനുമായിട്ടുള്ള ആ ഒരു സഹവർത്തിത്വം കുറച്ചു നേരം ഹല്ലേലൂയ സാത്താൻ ഇവളോട് സംസാരിച്ചപ്പോൾ ദൈവം പഠിപ്പിച്ചതല്ല, ഈ പറയുന്ന സാത്താൻ പറയുന്നതാ സത്യമെന്ന് നമുക്ക് തോന്നി. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യന്റെ മനസ്സെന്താ? അപ്പൊ ഞാൻ അതായത് സ്പിരിച്വലി പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയോട് സാത്താൻ കുറച്ചു നേരം സംസാരിച്ചതേ ഉള്ളൂ. സംസാരിച്ചപ്പോൾ സാത്താൻ പറഞ്ഞ ആ കാര്യങ്ങളാണ് അവൾക്കത് ശരിയെന്ന് തോന്നിയത്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ബലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു. ഇത് ഒത്തിരി ഉണ്ട്. ഞാനത് 1 by 1 ആയിട്ട് പറയാം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തോരുണ്ടെന്ന് അറിയില്ല, കണ്ടോ? പക്ഷേ ജസ്റ്റ് ബിലീവ് ദിസ് വൺ. വചനം അറിയാമെന്ന് പറഞ്ഞാലും ഫസ്റ്റ് ഓഫ് ഓൾ സാത്താനെ അടുപ്പിക്കരുത്. നമ്മൾ വെറുതെ പരീക്ഷയിൽ പെടാനുള്ളവരല്ല. പരീക്ഷയിൽ പെടുകയാണെങ്കിൽ ശരിക്കും ദൈവം പഠിപ്പിച്ചിട്ട് അതിനുള്ള സാഹചര്യത്തിൽ മാത്രം പെടാനാണ് ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉറന്നിരുന്ന് പ്രാർത്ഥിക്കുക. അത് മാറ്റി നിർത്തിയേ പറ്റും നമ്മുടെ എല്ലാ മലമണ്ഡലങ്ങളും. ഇനിയും സാത്താൻ നമ്മളോട് എങ്ങാനും ഇടപെട്ടാൽ പോലും ഒരിക്കലും വിചാരിക്കരുത് അത് നല്ലതിനാണ്. അത് സാത്താൻ നമ്മളെ പറ്റിക്കാനാണ്. ഹല്ലേലൂയ. ഞാനൊരു ഈ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പലപ്പോഴും 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 നമ്മുടെ ചിന്തയിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ഹവ്വയ്ക്ക് തെറ്റിപ്പോയെങ്കിൽ നമ്മളൊക്കെ എപ്പോഴേ തെറ്റാം. അതുകൊണ്ട് ബി കെയർഫുൾ അബൌട്ട് അവർ തോട്ട് പ്രോസസ്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തൊരു മോശയാ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 40 വർഷം വെറുതെ അല്ലായിരുന്നു. അല്ലെങ്കിൽ മോശ പിടിച്ചു നിൽക്കത്തില്ല. മോശ പല ആൾക്കാരുടെ അഭിപ്രായത്തിൽ പോയനെ. പക്ഷേ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും, ഏതൊരു അറ്റാക്കിലും ഒരു തലത്ത് പറവോൻ വരുന്ന പറയുന്നു, പറവോന്റെ ഭീഷണി അല്ലെങ്കിൽ പറവോന്റെ വാക്കുകൾ മറുവശത്ത് അവന്റെ സ്വന്തം ജനങ്ങളുടെ ഭാഗത്ത്, ഒരു സമയത്ത് ചില സമയത്ത് ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന് പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ. പക്ഷേ ഹല്ലേലൂയ, ശരിക്കും പണിയപ്പെട്ട മനസ്സിലാക്കുന്ന ദൈവത്തെ കുറിച്ചുകൂടെ മനസ്സിലാക്കുന്ന മോശ ഈ ഒരു കാര്യങ്ങൾ ഹല്ലേലൂയ എല്ലാം മാറ്റിവെച്ചു. മോശയ്ക്കറിയാം ദൈവം പറയുന്നത് എടുക്കാവൂ. സാത്താൻ പലതും പറയും, ഒട്ടും മുഖം തിരിക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാനേ പാടില്ല, അതിനെ കൺസിഡർ ചെയ്യാനേ പാടില്ല. പകരം ദൈവം പറയുന്നത് മാത്രം ഞാൻ ചെയ്യും. അങ്ങനെയാണ് മോശ പോയത്. ഞാൻ ഇതിൻ്റെ ആഴത്തിൽ, കാരണം ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് എല്ലാവർക്കും അതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ, അത് സോ ഡീപ്പ്, സോ ഡീപ്പ്.
അത് പക്ഷേ നമ്മൾ ഫൗണ്ടേഷനലി എല്ലാ വ്യക്തി ജീവിതങ്ങളും അത് അറിഞ്ഞിരുന്നാൽ ഡെഫിനിറ്റ്ലി നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് പലപ്പോഴും ഇതുപോലത്തെ സാഹചര്യങ്ങൾ പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽപ്പാനും യഥാർത്ഥ ഉത്തരത്തിൽ യഥാർത്ഥ സത്യത്തിൽ നടക്കുവാനും അത് ദൈവം നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കും. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.